നമ്മൾ മേലെ കയറി മെഴുകുതിരി കത്തിച്ചു. ഇവിടെ കെട്ടി വലിച്ചതാണ്. കുറച്ച് വെള്ളം കിട്ടിയ കൊള്ളാല്ലേ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ മലയാറ്റൂർ പോവാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മലയാറ്റൂരെത്തി. ഇതാണ് നമ്മുടെ നക്ഷത്ര തടാകം. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് മല കയറാനായിട്ട് വരുന്നത്. നമ്മൾ കാർണിവലിനൊക്കെ ഇവിടെ വരലുണ്ടെങ്കിൽ നമ്മൾ മല കയറാൻ വന്നിട്ടില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ഇവിടെ മല കയറാനായിട്ട് വന്നിട്ട്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് മലയാറ്റൂർക്ക് പോകാമെന്നുള്ളത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് പിന്നെ അച്ഛനെല്ലാം വിളിച്ച് കാറൊക്കെ അറേഞ്ച് ആക്കി നമ്മളങ്ങനെ വേഗം വന്നു. അപ്പോൾ നമ്മൾ മല കയറാൻ പോവാണ്. ഹായ്, നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ വന്നതാണ് ഇവിടെ. അപ്പോൾ എനിക്ക് വലിയ ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ എങ്ങനെയാണെന്നുള്ളത്. ഒരുപാട് 10 വർഷത്തിന് മേലെ എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കാമല്ലോ, കുട്ടിയായിരുന്നപ്പോഴാണ് വന്നത്. അപ്പോൾ ചെറിയൊരു ഓർമ്മയുള്ളൂ എനിക്ക് ഇവിടുത്തെ പറ്റി. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ. പകുതി കയറിയില്ല, കുറച്ചേ കയറുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ചേ. നമ്മൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ആദ്യം പോയി. അതിൽ ചെറുത് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ആദ്യം കയറണം. അവിടെ എനിക്ക് ആദ്യം പോയിട്ട് രണ്ടാമത് പോലെ എത്താനായിട്ടില്ല. ഞാനിവിടെ ഇങ്ങനെ പയ്യെ നടന്ന് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പെട്ടെന്ന് നമുക്ക് വയ്യാണ്ടായി. പകുതി പോലും കയറിയിട്ടില്ല, കുറച്ചായിക്കുള്ളൂ. അപ്പോഴത്തേക്കും എല്ലാം ടയേർഡായി. എൻ്റെ ഒപ്പം വന്ന് ഞങ്ങൾ 3 പേരായിരുന്നു പോയത്, കയറിയത്. ഞങ്ങൾ 3 പേരും മെല്ലെ കയറി. എനിക്ക് തോന്നുന്നത് ഏകദേശം 2 മണിക്കൂറെങ്കിലും നമ്മൾ എടുത്തിട്ടാണ് മേലെത്തിയത്. അത്ര ലാഗായിട്ട് കയറിയത്. എല്ലാവരും ഇരുന്ന് കാലെല്ലാം വേരെടുത്തിട്ട് അയ്യോ നല്ല രസമായിരുന്നു. സമയം 8:34. നമ്മൾ കയറിയ സമയത്ത് അത്യാവശ്യം ആൾക്കാരുണ്ടായി. ബട്ട് മെജോറിറ്റി ആൾക്കാരും തിരിച്ചിറങ്ങുന്നവരായിരുന്നു. നമ്മളത്ര ലേറ്റ് ആയിട്ടാണല്ലോ കയറാൻ തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് പേരെ അങ്ങോട്ട് പോകുന്നവരായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും തിരിച്ചിറങ്ങുന്നവരായിരുന്നു കൂടുതലും. നമ്മൾ ശരിക്കും ക്ഷീണിച്ചു. ഇതാണോ ലിപ്സ്റ്റിക്ക്? പറ്റില്ല. കുറച്ച് വെള്ളം കിട്ടിയ കൊള്ളാന്നുണ്ട്. പക്ഷെ വെള്ളം കിട്ടാനുള്ള എനിക്ക് താഴേക്ക് നോക്കിയിട്ട് തല ഇറങ്ങുന്നു. ഈശ്വര, ഭയങ്കര ടയർഡായി. നമ്മൾ കുരിശെത്തി ഗൈസ്. ഇനി നമുക്ക് കുറേ കയറാൻ. എത്ര കുരിശ് കഴിഞ്ഞുള്ള? 13. ഓക്കെ, കുറച്ചും കൂടെ കയറിയാൽ മതി. കുറച്ചും കൂടെ ഷൈനി സുരേഷ്, അമ്മാവൻ നമുക്ക് വേണ്ടിയിട്ട് കടയിൽ നിന്ന് തണ്ണിമത്തൻ എന്നിട്ട് ജ്യൂസ് മേടിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാറ്റുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട്. അതാണ് നല്ലൊരു ആശ്വാസം. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കയറി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളിവിടെ മേലെത്തി ഗൈസ്. നമ്മൾ മേലെ കയറി മെഴുകുതിരി കത്തിച്ചു. ഇവിടെ കെട്ടി വലിച്ചതാണ്. ഞങ്ങൾ മേലെ കയറി ഗൈസ്. ഇവിടെ എല്ലാം പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ചു. ഇനി നമ്മളവിടെ പോവാ. ഫുള്ള് വേർത്ത് നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മൾ മേലെത്തിയപ്പോൾ കണ്ടുമുട്ടി. നമ്മൾ
കാറ്റുണ്ട്. ചെരുപ്പിട്ട് കയറിയാ ഇവിടെ ഭയങ്കര കാറ്റാ. ഭയങ്കര ഇഷ്ടമായി ഇവിടെ കയറി കുറച്ച് നേരം ഇരിക്കാം. നമ്മള് ഇത്ര കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ മല കയറിയിട്ടേ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സ്വർഗം കിട്ടിയ പോലെ. ഭയങ്കര കാറ്റ്, പക്ഷെ അത്യാവശ്യം കാറ്റുണ്ട് അമ്മായി. നീ നിൽക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇവിടെ കുറച്ചേരം ഇരിക്കാം. മാറി നിന്നപ്പോ കാറ്റുണ്ട്. നീ നീങ്ങി അവിടെ പോയി ഇവിടെ കുറച്ചേരം ഇരിക്കാം. അവിടെ അമ്മമാർ പോയി ഇരിക്കണ്ട, നമുക്ക് വേണമെങ്കിൽ അമ്മമാരുടെ അടുത്ത് പോയി ഇരിക്കാം. എല്ലാവർക്കും ഒരു കഥ കേൾക്കണോ ഗൈസ്? ഞാൻ ഒരു ചിന്നൊരു കഥ പറയാം. നമ്മുടെ അമ്മാവാണ്. കയറിയ സമയത്തെ അമ്മായി ഭയങ്കര ഡിപ്രഷനായിരുന്നു. അമ്മാവ് കൈ പിടിച്ച് കയറ്റിയില്ല, അതായിരുന്നു പ്രശ്നം. എന്നിട്ട് അമ്മായി നിന്ന് ഞാൻ നോക്കുമ്പോ ഉണ്ട് അമ്മായിന്റെ കണ്ണൊക്കെ നിറഞ്ഞ്. അമ്മാവ് കൈ പിടിച്ച് കയറ്റിയില്ല, അമ്മാവ് കൂടില്ല. അമ്മായി ഫുള്ള് ഡിപ്രഷനിലായിരുന്നു. എന്നിട്ട് പിന്നെ അമ്മാവനെ കണ്ടുപിടിച്ച് അമ്മാവനാണ് എന്നിട്ട് കൈ പിടിച്ച്. അമ്മാവനെ കണ്ടപ്പോഴേ നമ്മളൊന്നും വേണ്ട, പിന്നെ അങ്ങ് പോയി, നമ്മളവിടെ സൈഡായി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, പക്ഷെ പെട്ടെന്നൊന്നും നമ്മൾ ഇറങ്ങണില്ല. കുറച്ചേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങണോളൂ. പറ്റണില്ല, നല്ല കാറ്റുണ്ട് ഇവിടെ. നമ്മളപ്പോ തിരിച്ചിറങ്ങാണ് നമ്മള്. പക്ഷെ ഇവിടെ ഇറങ്ങാൻ തോന്നില്ല, ഭയങ്കര കാറ്റ്. ഇവിടെ നല്ല രസമുണ്ട്, നല്ല വൈബുള്ള സ്ഥലമാണ്. കുറേ നേരം ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലം. പക്ഷെ നമുക്ക് പോകണം, കാരണം താഴെ അച്ഛൻ വെയിറ്റ് ചെയ്യാം. ഇനി വൈകാൻ നമ്മൾ ഇതിൽ കൂടെ ഇറങ്ങാണ്. ഈ വഴി ഗൈസ് നമ്മൾ തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങാണ്. ഇനി ഇറക്കല്ലേ, ചിലപ്പോൾ സുഖമായിട്ട് ഇറങ്ങണ്ടോ എന്തിനെ പ്രതീക്ഷ. ഇതേ ചെറുപ്പത്തിലെ നമ്മുടെ ചെടി, ഈ ചെടി ചെറുപ്പത്തിൽ കുറേ പറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ നഗരമായിട്ട് ഒട്ടിച്ച് വയ്ക്കും. ഇത് നഖം വയ്ക്കണ ചെടി ഇതിപ്പോഴാണ് കാണുന്നത്, കുറേ വർഷത്തിന് ശേഷം. ഗൈസ് എനിക്ക് ഇഷ്ടമായിരുന്നു. നമ്മളപ്പോ ഇനി അല്ല, ഇത്ര നേരം സ്റ്റെപ്പാണ് ഇറങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ കയറി വന്ന ആ കല്ലുള്ള വഴിയില്ല, അതിലേക്ക് നമ്മൾ ഇറങ്ങാം. അപ്പം നമുക്ക് ഇനി വടി വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെരുപ്പ് ഭയങ്കര സ്ലിപ്പറിയാണ്. അതുകൊണ്ട് കയറിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അവിടെ ചെന്നപ്പോൾ നല്ല രസം. എനിക്ക് ഒരു ഭയങ്കര സമാധാനം, ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ മേലെ. പക്ഷെ അവിടെ നിന്ന് വരാൻ തോന്നുന്നുണ്ടായില്ല. തെന്നു ഇവിടെ ടൈപ്പ് വഴിയാ. നമ്മൾ ചിലപ്പോൾ വീഡിയോ എടുത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലും ചെറിയും കാണില്ല. നമ്മളിങ്ങനെ ഇറങ്ങി വന്നപ്പോ ഇവരൊരു സാധനത്തിനെ കണ്ടു. കാണിച്ചു തരാം, ഇതെന്ത് സാധനം അറിഞ്ഞുകൂടാ. നമ്മൾ കാണിച്ചു തരാം. ഇത് ജന്തു മനസ്സിലാവുള്ളൂ. നമ്മളതിനെ കൈ കൊണ്ട് എടുത്ത് ഒരു ബിസ്ക്കറ്റ് കിട്ടി. വിശന്നിട്ട് പാടില്ല. ഇത്രയും നേരം കൊണ്ട് നമുക്ക് കിട്ടിയത് ഒരു ബിസ്ക്കറ്റ്, കുറേ വെള്ളം കുടിക്കും. നല്ലപോലെ വിശക്കുണ്ടോ. താഴെ ഇങ്ങോട്ട് വേണം കുറച്ച് എന്തെങ്കിലും മേടിച്ച് വയ്ക്കാം. നമ്മൾ ഇറങ്ങി ഇവിടം വരെ എത്തി. നമ്മൾ ഇറങ്ങിയപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് ഇറങ്ങിയോണ്ട് നല്ല വൈബായിരുന്നു. പെട്ടെന്ന് ഇറങ്ങി ഒന്നും അറിഞ്ഞില്ല. എല്ലാവരും കൂടി ഇരിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ മലയൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ വിശക്കാണ്, ഭയങ്കര വിശക്കാണ്. ഇപ്പോൾ സമയം 12:35. അത്ര ലേറ്റായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കിയിട്ട് ഭയങ്കര ടയേർഡാണ്. ഗൈസ്, നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തിയേക്കാം. നമ്മളിപ്പോൾ സമയം
1:11 അതുകൊണ്ട് വേറെ ഷോപ്പൊന്നും തുറന്നിട്ടില്ല. അതുപോലെ ഫുഡും ഇല്ല, തുറന്ന സ്ഥലത്ത് എല്ലാം കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു പെരുമ്പാവൂർ ഷോപ്പിൽ വന്നേക്കാം ഗൈസ്. നമുക്ക് ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമുക്ക് ഫുഡെല്ലാം കിട്ടി. എല്ലാവരും പല പല ഫുഡ് ഓർഡർ ചെയ്തേ. അതൊക്കെ കഴിച്ച് നമ്മളിനി വീട്ടിലേക്ക് പോവാം. എല്ലാവരും നല്ല ടയർഡ്. അപ്പോൾ അത്രയുള്ള ഗൈസ്. ബൈ.